ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ LDC തിരുവനന്തപുരം പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ PSC ഇപ്പം പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ആൻസർ കീ വെച്ച് ഏകദേശത്തോളം 5ഓളം ക്വസ്റ്റ്യൻസ് ഡിലീഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചേഞ്ച് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. ഫൈനൽ ആൻസർ കീ വെച്ച് നോക്കാം. നമുക്ക് ഓൾറെഡി നമ്മൾ ആൻസർ കീ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത വീഡിയോ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം. അതിൻ്റെ ആൻസർ ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ് വരുന്നത്. 2, 4, 1, 3 കേട്ടോ, അത് അറിയാമല്ലോ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ പരിശോധിച്ച് ശരിയായിട്ടുള്ളവ കണ്ടെത്തും. ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ സി. 1, 3, 4 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അതായത് നാറ്റോയുമായി ബന്ധമില്ലാത്ത എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. 2, 4 കേട്ടോ. പിന്നെ നാലാമത്തെ ചോദ്യം എന്താണ്? താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 3 മാത്രമെന്നാണ് ആൻസറായിട്ട് വരുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തവയിൽ അബ്ദുൾ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇതെല്ലാം അദ്ദേഹത്തെ പറ്റിയുള്ള പ്രസ്താവനകളാണ്. ആറാമത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1, 3, 4 സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ട് വരുന്നതാണ്. ഏഴാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെല്ലാം? അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. 1, 3 എന്നിവയാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. എട്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സമുദ്ര ജലപ്രവാഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അഗുൾ ഹാസ് പ്രവാഹം. ഒൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി. 1, 4 എന്നിവയാണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. പത്താമത്തെ ചോദ്യം ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഹരിക്കെയിൻ എന്നാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഇതെല്ലാം ഡിസ്കസ് ചെയ്തതാണ്, അതാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. 11ാമത്തെ ചോദ്യം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏത്? ആൻസർ ഓപ്ഷൻ സി. NW3 ആണ്. 12ാമത്തെ ചോദ്യം 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. സൗദി അറേബ്യ ആണ്. 13ാം ചോദ്യം ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അപ്പം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. പ്രസ്താവനകൾ 1, 2, 3 എന്നിവ ശരിയാണ്. പ്രസ്താവന 4 ശരിയല്ല എന്നാണ്. 14ാമത്തെ ചോദ്യം ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപ്പാദനത്തിൻ്റെ തോതനുസരിച്ച് ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുമെന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1B, 2A, 3C, 4D എന്നാണ് വരുന്നത്. 5ാമത്തെ ചോദ്യം എന്താണ്? റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ, അപ്പോൾ ശരിയായ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് കേട്ടോ. 16ാമത്തെ ചോദ്യം ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണന അനുസരിച്ച് ഇവയെ ശരിയായ ക്രമത്തിൽ എഴുതുക. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 2, 4, 1, 3 ആണ്. 17ാമത്തെ ചോദ്യം എന്താണ്? നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതാണ്. അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ൻ്റെ വിശദീകരണമാണ് കേട്ടോ. 18ാമത്തെ ചോദ്യം നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളും ഇനിഷ്യേറ്റീവ്സും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിൻ്റെ ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻസ് ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 1B, 2C, 3D, 4A ആണ് വരുന്നത് കേട്ടോ. 19ാമത്തെ ചോദ്യം 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുന്നതാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. പ്രസ്താവനകൾ 2, 3 ശരിയാണ്. പ്രസ്താവനകൾ 1, 4 ശരി അല്ല. 20ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണെന്നാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 3 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് കേട്ടോ. 21ാമത്തെ ചോദ്യം സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1, 3 സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ. 22 രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണെന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1ഉം 2ഉം ശരിയാണെന്നാണ്. പിന്നെ 23ാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ്? ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡിലീഷനാണ്. 1ാമത്തെ ഡിലീഷൻ ക്വസ്റ്റ്യൻ ആണ് ഇത് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ ഡിലീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 24ാമത്തെ ചോദ്യം എന്താണ്? ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണ്? ആൻസർ ഓപ്ഷൻ സി. 1 ശരിയെന്നാണ്. അതായത് മൻസുഖ് മാണ്ഡവ്യാണ്. 25ാമത്തെ ചോദ്യം ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. 1ഉം 3ഉം ശരിയെന്നാണ്. 26 എന്താണ്? 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൾ ഫത്താഹ് അൽ-സിസിയുടെ ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? ആൻസർ ഓപ്ഷൻ ഡി. 1 ശരിയെന്നാണ്. ഇതാണ് അറബിക് റിപ്പബ്ലിക് ഓഫ് ഈജിപ്താണ്. 27 സ്നേഹസ്വാന്തനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? ആൻസർ ഓപ്ഷൻ എ. 1 ശരിയെന്നാണ്. ആർക്കാണ്? സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ്.
28 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതൊക്കെയാണെന്നാണ്. ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി 1, 2, 3 എന്നിവ ശരി എന്നുള്ളതാണ്. 29 വാത്സല്യ നിധിയെ പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതെന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 1, 3 ശരി എന്നുള്ളതാണ്. 30 വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1, 2 ശരി എന്നുള്ളതാണ്. 31 കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 2 ശരി എന്നാണ്. അതായത് ശ്രീ എം ഷാജറാണ്. 32 32ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിരുന്നു. പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് PSC ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് PSC പ്രൊവിഷണൽ ആൻസർ കീയിൽ ആശിഷ് ജിതേന്ദ്ര ദേശായി എന്നാണ് പറഞ്ഞത്. നമ്മൾ അന്നേ ഡിസ്കസ് ചെയ്തപ്പോഴേ പറഞ്ഞത് ഇത് ചേഞ്ച് ആവുമെന്ന്. നമുക്കറിയാം ഓപ്ഷൻ സി 2 ശരി എന്നാണ്. അതായത് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖാണ് ആൻസറായിട്ട് വന്നത് കേട്ടോ, ചേഞ്ച് ആയിട്ട്. ഇപ്പം നിലവിലെ ആക്ടിംഗ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് കേട്ടോ. 33ാമത്തെ ചോദ്യം, കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി 1, 3 ശരി എന്നുള്ളതാണ്. 34 പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജകല ഏത്? ആൻസർ ഓപ്ഷൻ ഡി ടെൻഡൻ ആണ് വരുന്നത്. 35 ജൈവവൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കമ്മ്യൂണിറ്റി റിസർവുകൾ. 36 ദ്രാവകാവസ്ഥയിലുള്ള യോജകലയ്ക്ക് ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ ഡി രക്തം. 37 മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏത്? ആൻസർ ഓപ്ഷൻ ബി കരളാണ്. 38 മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏത്? ആൻസർ ഓപ്ഷൻ സി അക്രോമെഗാലിയാണ്. 39 ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്ന? ആൻസർ ഓപ്ഷൻ എ ലൈസോസൈം. 40 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ ബി മിഠായിയാണ്. 41 2024 ലോക പരിസ്ഥിതി ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം? ആൻസർ ഓപ്ഷൻ ഡി സൗദി അറേബ്യ. അപ്പോൾ ഇത് 2 തവണ ആവർത്തിച്ചാണ്, പക്ഷേ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ 2 മാർക്ക് കിട്ടും എഴുതിയ കൂട്ടുകാർക്ക് കേട്ടോ. അപ്പോൾ 42ാമത്തെ ചോദ്യം എന്താണ്? 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 kg മാസുള്ള ഒരു ബോക്സിൻ്റെ സ്ഥിതികോർജ്ജം എത്ര ആയിരിക്കും എന്നാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ സി 2 ജൂളാണ്. 43 നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി അപവർത്തനമാണ്. 44 ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 45 ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആഗസ്റ്റ് 23 ആണ്. 46 സൂര്യനെ ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി ആദിത്യ L1 എന്നാണ്. 47 രാജദ്രാവകം അതായത് അക്വാ റീജിയ എന്നാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ എ എന്താണ്? നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് 1:3 ആണ് കേട്ടോ. 48ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ 0 കാർബൺ ആയ നഗരം ഏതാണ്? ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 48 ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 49 താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സോഡിയം അമാൽഗമാണ്. 50ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി സിങ്ക് സൾഫൈഡ് ആണ് വരുന്നത്. 51 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നതിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ട? ആൻസർ ഓപ്ഷൻ സി ക്വാണ്ടം ഡോട്ട്സ് ആണ്. 52 അപ്പുക്കുളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ആൻസർ ഓപ്ഷൻ ഡി ഖസാക്കിൻ്റെ ഇതിഹാസം. 53 കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്ത് വന്ന പ്രശസ്തി നേടിയത്? ആൻസർ ഓപ്ഷൻ സി സർക്കസ് ആണ്. 54 തിക്കൊടിയൻ എന്ന തൂലികനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ കുഞ്ഞനന്ദൻ നായരാണ്. 55 പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നേൻ ബാക്കിയം ഉള്ളോവർ ഇതിനെ പഠിച്ചോർ ഇത് ഏത് കൃതിയിലെ വരികളാണ്? ആൻസർ ഓപ്ഷൻ സി മുഹീദ്ദീൻ മാലയാണ്. 56 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിൻ്റെ രചനയാണ്? ഓപ്ഷൻ ബി ഒരു ദേശത്തിൻ്റെ കഥയാണ്. 57 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആർ പ്രഗ്യാനന്ദയാണ്. 58 മൻസൂർ ക്രോക്സ് ബയോബിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്ന ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി കേരള വനഗവേഷണ കേന്ദ്രം. 59 ബൈറ്റ് കിലോബൈറ്റ് മെഗാബൈറ്റ് ഡാഷ് ടെറാബൈറ്റ് ഇതിൽ വിട്ടുപോയതാണ്? ആൻസർ ഓപ്ഷൻ ബി ഗിഗാബൈറ്റ്. 60ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന സോഫ്റ്റ്വെയർ അത് ഉണ്ടാക്കിയ കമ്പനി ശ്രദ്ധിക്കുക. ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 ഇവ മാത്രം ശരിയാണ്. 61ാമത്തെ ക്വസ്റ്റ്യനും കൂട്ടത്തിൽ ചേരാത്ത കണ്ടെത്തും. ഇത് PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 62 താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ടെലഗ്രാം. 63 ഡീപ്പ് ഫേക്ക് എന്നാൽ എന്താണ്? വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 64 വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ നിയമിക്കുന്ന ആരാണ്? ആൻസർ ഓപ്ഷൻ ബി സംസ്ഥാനത്തിലെ ഗവർണറാണ്. 65 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടുത്താത്ത സേവനങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ നിസ്വാർത്ഥ സേവനം.
66 ഇവയിൽ ഏതാണ് പട്ടികവർഗ്ഗക്കായുള്ള ദേശീയ കമ്മീഷൻ്റെ പ്രവർത്തനത്തിൽ അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. 67 ഗാർഹിക ആക്രമണത്തിൻ്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയല്ല. 68 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 2012. പിന്നെ 69 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരെന്നാണ്. അപ്പോൾ നിലവിലിപ്പോൾ ആക്ടിംഗ് ചെയർമാനാണോ ഉള്ളത്? അത് നമ്മുടെ ഓപ്ഷനിൽ ഇല്ല. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ പ്രൊവിഷൻ ആൻസർക്ക് വെച്ച് അരുൺകുമാർ മിശ്രയായിരുന്നു. പക്ഷേ നമ്മുടെ ഓപ്ഷനിൽ ആൻസർ അല്ല. ആക്ടിംഗ് ചെയർമാനായ വിജയഭാരതി സയാനിയാണ് ഇപ്പോൾ നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, ദേശീയ കേന്ദ്രത്തിലെ ആക്ടിംഗ് ചെയർമാനാണ്. അത് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് PSC. 70ാമത്തെ ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ രേഖാ ശർമ്മയാണ്. ഇനി മാത്സ് ആണ്. മാത്സ് അങ്ങ് പറഞ്ഞു പോകണം. 71ാം ചോദ്യം, ഓപ്ഷൻ ബി 15%, 72 ഓപ്ഷൻ എ 138, 73 ഓപ്ഷൻ ഡി 2 മണിക്കൂർ 15 മിനിറ്റ്, 74 ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1 ആണ് വരുന്നത്. 76ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി 30 ആണ് വരുന്നത്. 76 PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 76ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 77 ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി തെക്കാണ് വരുന്നത്. 78 ഓപ്ഷൻ ഡി ZRUOG ആണ് വരുന്നത്. 79 ഓപ്ഷൻ എ 19 ആണ് വരുന്നത്. 80ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ ബി 17 ആണ് വരുന്നത്. ഇംഗ്ലീഷും അങ്ങ് ആൻസർ പറഞ്ഞു പോകണേ. 81ാം ചോദ്യം ഓപ്ഷൻ എ ഹാസ് ആണ് വരുന്നത്. 82 ഓപ്ഷൻ സി ഷാൽവി ആണ് വരുന്നത്. 83 ഓപ്ഷൻ ഡി ഹീ സേസ് ദാറ്റ് ഹീ ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ് ആണ് വരുന്നത്. 84 ആൻസർ ഓപ്ഷൻ സി വുഡ് ഹെൽപ്പ് ആണ് വരുന്നത്. 85 B2 ആണ് വരുന്നത്. 86 ഓപ്ഷൻ ബി ഡി ആണ് വരുന്നത്, പ്രോപ്പർട്ടി ആണ് വരുന്നത്. 87 ഓപ്ഷൻ സി സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് ആണ് വരുന്നത് കേട്ടോ ആൻസർ ആയിട്ട്. 88 ആൻസർ വരുന്ന ഓപ്ഷൻ എ പാക്ക് ആണ് വരുന്നത്. 89 ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി മോഡിഫിക്കേഷൻ. 90 ഓപ്ഷൻ ബി സർപ്ലസ് ആണ് വരുന്നത്. ഇനി മലയാളമാണ്. മലയാളത്തിൽ 91ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? സന്തതി ഇല്ലാത്തവനാണ്. 92 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി കവയത്രിയാണ്. 93 ആൻസർ ഓപ്ഷൻ സി പുരുഷന്മാരാണ്. 94 ഓപ്ഷൻ ബി ചുരുക്കി പറയുക. 95 ഓപ്ഷൻ ബി പിഞ്ഞാണത്തിൻ്റെ വർണ്ണം. 96 ഓപ്ഷൻ എ അണയ്ക്കുക. 97 ബി അശ്വത്ഥാമാവ്. 98 ഓപ്ഷൻ സി ചിത് പ്ലസ് മുദ്രയാണ് വരുന്നത്. 99 ഓപ്ഷൻ എ AR രാജവർമ്മ. അതുപോലെ തന്നെ 100ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്ന ഓപ്ഷൻ എ വിശ്വസ്തനാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫൈനൽ ആൻസർ കീ വെച്ച് PSC ഫൈനൽ ആൻസർ കീ വന്ന ഇതിനൊരു ചേഞ്ച് വരില്ല. അപ്പം നമ്മുടെ ഇതിൻ്റെ PDF ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിലെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി PDF വേണ്ടവർ. അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഏകദേശം 5 ക്വസ്റ്റ്യൻസ് ഡിലീഷൻ വന്നിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ മാത്രം ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ 95 മാർക്ക് കണക്ക് കൂട്ടുന്നത് 5 ക്വസ്റ്റ്യൻ ഡിലീഷൻ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ എത്ര മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ മാക്സിമം എല്ലാ കൂട്ടുകാരും ഒന്ന് ശ്രമിക്കണേ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ടെന്ന് പോണേ. അപ്പം ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കായി ചാനൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. താങ്ക്